ഭാരതപ്പുഴ ആരുടെയും എന്താ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തന്തയുടെയോ എന്ന് ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിൻ്റെയോ പിതാശ്രീയുടെയോ വകയൊന്നുമല്ല. തുണി കൊടുത്തും തുണി ഉടുക്കാതെയും സന്യാസിമാർ ഇവിടെ എത്തും. അതാണ് പുള്ളിയുടെ വേറെ ഡയലോഗ്. അത് തടയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്, അപ്പോൾ ഹിന്ദുവിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇത് തടയാൻ വേണ്ടി ഏതെങ്കിലും മലപ്പുറത്താണ് നടക്കുന്നത്, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് തടയാൻ വേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നമുക്ക് മുതലെടുപ്പ് നടത്താമെന്നാണ് സംഘപരിവാർ പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവവും അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സംഘപരിവാറിൻ്റെ നേതാക്കളെ കൊണ്ട് തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് നല്ലത് പറയിപ്പിച്ചു. അതാണ് ഈ കുംഭമേള കൊണ്ടുണ്ടായ ഒരു ലാഭമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ഒരുപാട് പേര് അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. ഞാൻ അവരുടെ സ്റ്റാറ്റസുകളും സ്റ്റോറികളൊക്കെ കാണുന്നുണ്ട്. അവിടെ പോയിട്ട് ഇഷ്ടംപോലെ ആളുകൾ, അവരൊന്നും ഈ പറഞ്ഞ സംഘപരിവാർ അനുഭാവികളോ വിശ്വാസികളോ ഒന്നുമല്ല. അതൊരു ഹിന്ദു സമൂഹം അവരുടെ ഒരു എന്താ ഉത്സവം, അതിൻ്റെ ഒരു ഭക്തി സാന്ദ്രമായി പോയതാണ്. ഭാരതപ്പുഴ ആരുടെയും ബാപ്പാൻ്റെ സ്വത്തല്ല, അല്ലെങ്കിൽ അച്ഛൻ്റെയോ തന്തയുടെയോ വകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദപരമായ വിഷയങ്ങൾ കൊണ്ട് തുടങ്ങിയതാണ് നമ്മുടെ കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിക്കപ്പെടുന്ന മഹാമാഘ മഹോത്സവം തിരുനാവായയിൽ നടന്ന. ഇപ്പോൾ അത് സമാപിച്ചിരിക്കുകയാണ്. 10,000 ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ വന്ന് ദർശനം നടത്തിയ വലിയ ചടങ്ങിൻ്റെ ഭാഗമായി ഈ മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന തിരൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ജനങ്ങളെല്ലാം ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി അതിനെ നമ്മളന്ന് വീഡിയോ ചെയ്ത പോലെ അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുക ചെയ്തത്. അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, ഭക്ഷണമായിട്ടും എന്തായിട്ടും ഒരു ഡിസ്റ്റർബൻസോ ഒരു റോങ്ങായ വാർത്ത പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടായില്ല. എല്ലാം പോസിറ്റീവ് വാർത്തകൾ മാത്രമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നിട്ട് ആർക്കൊരു ഡിസ്റ്റർബൻസ്, ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. കേരളത്തിലെ ആദ്യത്തെ കുംഭമേള മലപ്പുറത്ത് സമാപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ കുംഭമേള നടന്നിട്ടില്ല. കേരളത്തിലൊരു കുംഭമേള നടക്കുന്നില്ല. കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആരോ വിശേഷിപ്പിച്ച മഹാമാഘ മഹോത്സവമാണ് നടക്കുന്നത്. അത് ഈ കുംഭമേള എന്ന പ്രയോഗത്തിൽ തന്നെ അതിൽ ചില അജണ്ടകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രസംഗിച്ചത് ഈ ആരുടെയും വാപ്പാൻ്റെ വകല്ല എന്ന് മാത്രമല്ല, അതായത് തുണി കൊടുത്തും തുണി ഉടുക്കാതെയും സന്യാസിമാർ ഇവിടെ എത്തും. അതാണ് പുള്ളിയുടെ വേറെ ഡയലോഗ്. അത് തടയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്, അപ്പോൾ ഹിന്ദുവിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അതായത് ഇവരിങ്ങനെ ആഗ്രഹിക്കുകയാണ്, മലപ്പുറത്ത് തിരുനാവായയിൽ സന്യാസിമാരൊക്കെ വരുമ്പോൾ കുറേ ആളുകൾ തടയണം. ആരും തടയുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ വില്ലേജ് ഓഫീസർ ഒരു സ്റ്റോപ്പ് മെമ്മോ എന്തോ വർക്കുമായി ബന്ധപ്പെട്ട് കൊടുത്തു. അത് മാത്രമാണ് അവിടെ ചെയ്തത്. പക്ഷെ അത് വലിയൊരു കച്ചിത്തുരുമ്പായി അവർക്ക്. മാർക്കറ്റ് ചെയ്യപ്പെട്ടു. അത് വെച്ചിട്ട് എന്ത് ചെയ്തു, കുറേ പണികളെടുത്തു. പക്ഷെ ഇവിടെ ഇപ്പോൾ ശശികല ടീച്ചറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും ഒടുവിൽ ഈ കുംഭമേള അവസാനിച്ചതിന് ശേഷം ശശികല ടീച്ചർ എഴുതിയത് ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. അതായത്, സ്റ്റോപ്പ് മെമ്മോകൾ കൊണ്ട് തടുത്തു നിർത്താവുന്നതല്ല ഹിന്ദുവിൻ്റെ ആർജവം, അപമാനിച്ചും അവഹേളിച്ചും തളർത്താവുന്നതല്ല ഹിന്ദുവിൻ്റെ ആത്മധൈര്യം, മാധ്യമങ്ങളുടെ വായ്ത്താരിയില്ലെങ്കിലും ഭരണകർത്താക്കളുടെ കെട്ടിയെഴുന്നള്ളത്തുകളില്ലെങ്കിലും പരിപാടി വിജയിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ വെല്ലുവിളിയുടെ ശബ്ദം ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവരോട് പോ മോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിച്ചത് എങ്ങനെ പറയാം. അപ്പം ഇവിടെ വളരെ കൃത്യമായിട്ട് ഇവരാഗ്രഹിച്ചിരുന്നു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. അതിൻ്റെ ഒരു നിരാശ ഈ വാക്കുകളുണ്ട്. ഇവർക്ക് എന്തെങ്കിലും റോളുണ്ടോ ഈ ശശികലയ്ക്കും അവർക്ക് ഈ സംഘാടക? അതായത് അവിടെ സേവാഭാരതി, അത് സംഘപരിവാറിൻ്റെ ഭാഗമാണ്. സേവാഭാരതി ഇതിൻ്റെ പാർട്ട് ഓഫ് ദി ഉത്സവത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സംഗതികൾ വരുമ്പോൾ സംഘപരിവാർ അതിൻ്റെ ഭാഗമാകും എന്നുള്ളതൊരു വാസ്തവമാണ്. ഇവിടെ മഹാമാഘ മഹോത്സവം അങ്ങനെ തന്നെ പറയണം. അപ്പോൾ കുംഭമേള എന്ന് മാധ്യമങ്ങളും എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ മഹാമാഘ മഹോത്സവം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പ്രാദേശികമായിട്ട് യാതൊരു എതിർപ്പുകളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ വരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു, അവിടുത്തെ മുസ്ലിം ജനസാമാന്യം ഹിന്ദു സന്യാസിമാരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തതെന്ന്. നമ്മളത് നേരത്തെ പറഞ്ഞതാണ്. മലപ്പുറത്തിൻ്റെ ഒരു രീതി പറഞ്ഞാൽ അതാണ്. അവർക്ക്
അതിൻ്റെ ഉടക്കിടാനോ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അവരുടെ രീതികളല്ല. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബിസിനസ് സാധ്യതകളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ ക്വാർട്ടേഴ്സിലൊരു 10 ബെഡ് ഇട്ടു. അപ്പോൾ ആ മാസം 6000 രൂപ കിട്ടിയിരുന്ന ഒരു ക്വാർട്ടേഴ്സാണ്. ആ 10 ബെഡ് ഇട്ട് പിന്നെ ഒരു ക്ലോക്ക് റൂമൊക്കെ തുടങ്ങിയതോടുകൂടെ ഒരു ബെഡിന് 1000 രൂപ വാങ്ങി, 10000 രൂപ, പിന്നെ ക്ലോക്ക് റൂമിന് വേറെ പൈസ, ഒരു 10-15000 രൂപ പുള്ളി ഡെയിലി എന്ത് ചെയ്തിട്ടുണ്ട്, ഏൺ ചെയ്തു. അതായത് അങ്ങനെ അത് മുസ്ലിം അല്ല, ഒരു ഹിന്ദു ആയിട്ടുള്ള ആളാണ്. അതായത് അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു വരുമാന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ നിലക്ക് അതിനെ പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടുത്തെ ജനം അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അപ്പോൾ പാർക്കിംഗ് അത് അവിടെ നിന്ന് മാത്രമല്ല, ഏത് തീർത്ഥാടന കേന്ദ്രവും എക്സ്പെൻസീവ് ആണ്. അതെ, പാർക്കിംഗ് ഫീസ് വാങ്ങിയിട്ടുണ്ട് ചില ആളുകൾ, 30 രൂപ 50 രൂപ. ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിയൊരു സംഗതിയാണ് ഇത്. ഇത്ര അതും മുസ്ലിങ്ങളെ പേരിലാണ്. മുസ്ലിങ്ങൾ ഇത്ര ബോർഡ് വെച്ചിട്ട് പാർക്കിംഗ് ഫീ വാങ്ങി. അതിപ്പോൾ സ്ഥലമുള്ളവരൊക്കെ ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലുകളിൽ പോയാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ചില ഹോട്ടലുകളിൽ പോയാൽ വരെ പൈസ വാങ്ങുന്ന പാർക്കിങ്ങുകളുണ്ട്. മാളിൽ പോയാൽ പൈസ അങ്ങോട്ട് കൊടുക്കണം മാളിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ. അപ്പോൾ അത് അവനവൻ്റെ സ്ഥലം വിട്ട് കൊടുക്കുമ്പോൾ ചില ആളുകൾ പാർക്കിംഗ് ഫീസ് വാങ്ങും. ഇതിൽ ജാതി മതമൊന്നുമില്ല, അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവിടുത്തെ എല്ലാ മുസ്ലിം വീടുകളുടെയും ഗേറ്റുകൾ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. ആളുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റുകൾ തുറന്നു കൊടുത്തു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ആളുകൾ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ റെഡിയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുമോ എന്ന് ചോദിച്ച് എത്രയോ മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ റെഡിയായിരുന്നു. 10,000 കണക്കിന് ഒരു കണക്ക് പിന്നെ 10 ലക്ഷത്തിലധികം ആളുകൾ അവിടെ ഓരോ ദിവസമായിട്ട് വന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ആളുകൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ നിലവിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് അവിടെ ഇത്രയും വലിയൊരു ഉത്സവം നടത്താനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടി വരും, ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിന് കച്ചവട സാധ്യതകളുണ്ട്, അങ്ങനെ എല്ലാ സാധ്യതകളുണ്ട്. അവിടെ ഇത് തടയാൻ വേണ്ടി ഏതെങ്കിലും പിന്നെ മലപ്പുറത്താണ് നടക്കുന്നത്, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് തടയാൻ വേണ്ടി വരും, അപ്പോൾ അത് വെച്ച് നമുക്ക് മുതലെടുപ്പ് നടത്താമെന്നാണ് സംഘപരിവാർ പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവവും അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സംഘപരിവാറിൻ്റെ നേതാക്കളെ കൊണ്ട് തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെക്കുറിച്ച് നല്ലത് പറയിപ്പിച്ചു. അതാണ് ഈ കുംഭമേള കൊണ്ടുണ്ടായ ഒരു ലാഭമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയുള്ള ഉത്സവങ്ങളെ സ്വീകരിക്കുന്നതാണ് രീതി. അപ്പോൾ ആരുടെ ഉത്സവം എന്നുള്ളതല്ല. ഇപ്പോൾ നേർച്ചകൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൂരങ്ങളും ഉത്സവങ്ങളും നടക്കുന്നു. ഈ നേർച്ചകളൊക്കെ പലതും ഒരു ഉത്സവ സ്റ്റൈലിലാണ് മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും നടക്കുന്നത്. ഇപ്പോൾ തിരൂര് ഭാഗത്ത് ഒക്കെ നടക്കുന്നതൊക്കെ അങ്ങനെയാണ്. പയങ്ങാടി നേർച്ച, കൊണ്ടോട്ടി നേർച്ച തിരിച്ചു വന്നു. കുറേ ഫെസ്റ്റിവൽ, ഇതൊരു സാംസ്കാരിക ഉത്സവം എന്നുള്ളതിലേക്കാണ് നാട് കാണുന്നത്. കാരണം അവിടെ കലാപരിപാടികൾ ഉണ്ടാകുന്നു, അവിടെ പിന്നെ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, എഴുന്നള്ളത്തുകൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നാടിൻ്റെ ഉത്സവമായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ അതിൻ്റെ മതത്തിലുള്ള ആളുകൾക്ക് എന്തുള്ളൂ, പങ്കാളിത്തമുള്ളൂ. ബാക്കി നാടിൻ്റെ ഒരു ഉത്സവമാണ്. നാട്ടുകാരാണ് അതിന് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത്, നാട്ടുകാരാണ് സഹകരിക്കേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് നമ്മൾ കാണുന്നുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെ അത് കാണാൻ പോയിട്ടുണ്ട്. അവർക്ക് ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഗതി നടക്കുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് തന്നെ. അവിടുത്തെ സന്യാസിവര്യന്മാരും മതവും ജാതി ഇല്ലാതെ ആർക്കും ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പിന്നെ അവിടുത്തെ പ്രമുഖ നേതാക്കളൊന്നും പോയില്ല എന്നുള്ളതാണ് ചില ഒരു പരാതി വരുന്നത്. കാന്തപുരം, കേരളത്തിലെ പ്രമുഖ മീഡിയാസ് കവർ ചെയ്തില്ല എന്നൊക്കെ ചുമ്മാ ഞാനൊരു പോസ്റ്റ് കണ്ടത്, കാന്തപുരം ജാഥ നടത്തിയപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പോയി, പ്രതിപക്ഷ നേതാവ് പോയി, പക്ഷേ ഇവിടേക്ക് കുംഭമേളയ്ക്ക് എന്തുകൊണ്ട് വന്നില്ല. അപ്പോൾ കുംഭമേളയ്ക്ക് വരെ ക്ഷണിച്ചോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അവിടെ. അതായത് വെറുതെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അനിൽ നമ്പ്യാരാണ് പോസ്റ്റ് ഇട്ട് പോകുന്നത്. കുംഭമേളക്ക് ക്ലോസിംഗ് ഇവന്റോ അല്ലെങ്കിൽ ഇനാഗുറൽ ഇവന്റോ ഒക്കെ വെച്ചിട്ട് ഇവരൊക്കെ വരൂലേ? സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഭംഗിയായിട്ട് അത് സംഘടിപ്പിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അത്രയും ഭംഗിയായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടക്കില്ല. അപ്പോൾ പിന്നെ ആരതി ഒഴിയൽ ഉൾപ്പെടെയുള്ള അങ്ങനെ
പിന്നെ ആചാരപരമായിട്ടുള്ളതും പിന്നെ കലാപരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ നടന്നു. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ശശികല ടീച്ചറൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവരെ സംഘപരിവാർ ടീമുകളാണ് ഇവിടെ വന്നത്, അവർക്ക് എന്തൊക്കെ ഭയങ്കര സംഗതി കിട്ടി എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ഒരുപാട് പേര് അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. ഞാൻ അവരുടെ സ്റ്റാറ്റസുകളും സ്റ്റോറികളൊക്കെ കാണുന്നുണ്ട്. അവിടെ പോയിട്ട് ഇഷ്ടംപോലെ ആളുകൾ, അവരൊന്നും ഈ പറഞ്ഞ സംഘപരിവാർ അനുഭാവികളോ വിശ്വാസികളോ ഒന്നുമല്ല. അതൊരു ഹിന്ദു സമൂഹം അവരുടെ ഒരു എന്താ ഉത്സവം അതിൻ്റെ ഒരു ഭക്തി സാന്ദ്രമായി പോയതാണ്. അതിൽ സംഘപരിവാർ കൂടുതൽ മെയിൻ നടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് ഒക്കെ പിന്നെ മോശം ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ. അങ്ങനെ ഒരു ഇമേജ് ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന സന്യാസിമാരുടെ മുമ്പിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് വന്ന മലപ്പുറത്തേക്ക് വന്ന സന്യാസിമാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ മഹാമാഘ മഹോത്സവം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങിയത്. അതായത് ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു മലപ്പുറമല്ല ഇത് എന്ന് തെളിയിച്ചു കൊടുത്തു. അതെ അതെ. പക്ഷേ ഇത് പിന്നെ ഭാവിയിൽ ഇതിൻ്റെ ഒരു സംഘാടനവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്വഭാവം എന്താവും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സംഘപരിവാർ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു, എന്ത് ഇതിൻ്റെ പേരിലൊരു കലാപമോ അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ ഒരു മെസ്സേജ്. അത് കേരളത്തിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ്. കേരളം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സംസ്ഥാനമല്ല. ഇവിടെ ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയാണ്, അതെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ എന്ന ഒരു മെസ്സേജ് ഈ സംഭവം കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് നമുക്ക് പറയാവുന്നത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നത് ഇനി നമ്മൾ കുംഭമേള എന്ന് പേരിട്ട് വിളിച്ചാൽ തന്നെ ഇതിൻ്റെ സീസൺ 2 or 3 ഒക്കെ നടക്കട്ടെ. ഗംഭീരമായിട്ട് അത് ഇനിയും മലപ്പുറത്ത് നടക്കും. മലപ്പുറത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അത് ഏറ്റെടുക്കും, വിജയകരമായിട്ട് മുന്നോട്ട് പോകും. അതിന് ആര് എന്ത് വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല. മലപ്പുറത്തിൻ്റെ ഒരു എന്താണ് ഒരു ജീന അതാണ്. അത് ഗംഭീരാക്കി ഇനിയും വിജയകരമാക്കി മാറ്റും. ഓക്കെ, താങ്ക് യു.